വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ, അവതരണ ശൈലിയിലൂടെ മലയാള ദൃശ്യമാധ്യമ രംഗത്തെ നിറസാന്നിധ്യമായി മാറിയ അമൃത ടെലിവിഷന്റെ ഏറെ പ്രശംസനീയവും മാതൃകാപരവുമായ ഒരു കാൽവെപ്പായിരുന്നു ഈ മധ്യവേനൽ അവധിക്കാലത്ത് കേരളത്തിലെ കോട്ടയം, കണ്ണൂർ, തൃശൂർ എന്നീ 3 ജില്ലകളിലെ സ്കൂളുകളിലെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ സൗജന്യ സമ്മർ ക്യാമ്പായ കളിയിലൽപ്പം കാര്യം സീസൺ 2. ഈ വർഷത്തെ കളിയിലൽപ്പം കാര്യം സീസൺ 2 ക്യാമ്പിന്റെ 3ാം ഘട്ടം 2026 മെയ് 18-19 തീയതികളിൽ തൃശൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. മെയ് 18-ാം തീയതി രാവിലെ മുതൽക്ക് തന്നെ ആരംഭിച്ച രജിസ്ട്രേഷൻ നടപടികൾക്കായി തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് തങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം ഭവൻസ് വിദ്യാമന്ദിർ ഓഡിറ്റോറിയത്തിൽ എത്തിയത്. അനുദിനം മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം, സ്നേഹം, ദയ എന്നിവയിലൂന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ്, ആനന്ദം, ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകി അവതരിപ്പിച്ച കുട്ടികളുടെ ഒരു അവധിക്കാല കൂട്ടായ്മയായിരുന്നു കളിയിലൽപ്പം കാര്യം സീസൺ 2. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായതോടുകൂടി ആങ്കർ ശിവാനി വേദിയിലെത്തി ക്യാമ്പിനെ കുറിച്ച് ഒരു ലഘു വിവരണം നൽകുകയുണ്ടായി. നമസ്കാരം. ഇന്നൊരു സുദിനമാണ്. 21 വർഷക്കാലം മലയാളി മനസ്സിൽ ആസ്വാദനത്തിന്റെ ഋതുഭേദങ്ങൾ തീർത്ത ലോകാരാധ്യായ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശസ്സുകളാൽ പവിത്രമായ അമൃത ടെലിവിഷൻ അതിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പുതിയ ഒരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ്. ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്ന കളിയിൽ അല്പം കാര്യം സീസൺ 2 പവർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീം, ICL ഫിൻകോപ്പ് ആൻഡ് ധനലക്ഷ്മി ബാങ്ക് എന്ന സൗജന്യ സമ്മർ ക്യാമ്പിലൂടെ കളിയിൽ അല്പം കാര്യം, നമ്മുടെ സ്വന്തം സമ്മർ ക്യാമ്പ്. ഈ കൂട്ടായ്മയിൽ കൂടെ നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ വേണമെന്ന് അറിയോ? നമുക്ക് കേട്ടാലോ? ഈ കൂട്ടായ്മയിൽ കൂടെ നമ്മൾ യോഗ, മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ്, ആക്ടിംഗ്, സൂംബ, കളറി, വെൻട്രലോക്വിസം, ക്വിസിംഗ് ഗെയിം ഷോ, മോട്ടിവേഷണൽ സ്പീക്ക്, ഹാപ്പി പാരന്റിംഗ്, മീറ്റ് ദി സ്റ്റാർ, കേരള പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള അറിവ് അതാത് മേഖലയിലുള്ള വിദഗ്ധർ നിങ്ങളുമായി പങ്കുവയ്ക്കുകയും നിങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. 2 ദിവസത്തെ ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ വെച്ച് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതോടൊപ്പം തന്നെ പരിശീലനത്തിൽ മികവ് കാട്ടുന്ന കുട്ടികൾക്ക് പാരിതോഷികവും നൽകുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, മികച്ച കുട്ടികളുടെ ഡാറ്റാബേസ് അമൃത ടെലിവിഷൻ ഡിജിറ്റൽ വിഭാഗം ശേഖരിച്ച് വിവിധ വിഷയങ്ങളിൽ ടാസ്കുകൾ നൽകി അത് അവരവരുടെ സ്കൂളുകളിൽ അവതരിപ്പിച്ച് അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അമൃത ടിവിയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടെ ഈ ക്യാമ്പിനുണ്ട് കേട്ടോ. എല്ലാവരും നല്ല അനുചരി നിൽക്കില്ലേ? ശേഷം ക്യാമ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിനായി വേദിയിലെത്തിയ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയെ പൊന്നാടിയും സ്നേഹോപഹാരവും നൽകി സ്വീകരിക്കുകയുണ്ടായി. തുടർന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സ്വാമിജി ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. തുടർന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാമിജി ഒരു ലഘു പ്രഭാഷണം നടത്തുകയുണ്ടായി. അഹങ്കാരമില്ലാതായാൽ അറിവ് നമ്മളിലേക്ക് ഈശ്വരൻ വർഷിക്കും. അപ്പോൾ അറിവിൻ്റെ കലവറ തുറക്കാൻ എന്ത് ചെയ്യണം? കുട്ടിയാവണം, കുഞ്ഞിൻ്റെ മനസ്സ് വേണം. അപ്പോൾ കുട്ടികൾക്കുള്ള ഗുണം എന്താണ്? അവർക്ക് കളിക്കാൻ ഉപകരണമൊന്നും വേണ്ട. ഒരു വടി കിട്ടിയാലും കളിക്കും, ഒരു സ്പൂൺ കിട്ടിയാലും കളിക്കും. ഒന്നുമില്ലെങ്കിൽ അവർ കൈയും കാലും അനക്കി കളിച്ചോളും. അതേപോലെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത, ഇന്നസെൻസ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ ഇൻ്റലിജൻസ്. അപ്പോൾ
നിഷ്കളങ്കത, നിങ്ങളുടെ പരിശുദ്ധി, അതാണ് ഏറ്റവും പ്രധാനം. ഭക്തിസാന്ദ്രമായ ഉദ്ഘാടന കർമ്മത്തെ തുടർന്ന് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ ഫ്ലോട്ട് മെഡിറ്റേഷനും ബ്ലെസ്സിംഗ് സെറിമണിയും അരങ്ങേറി. യോഗയാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ. മനസ്സും ശരീരവും ഏകാഗ്രമാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് സ്വാമി ഗുരുപാദ ശ്രുതാനന്ദപുരിയാണ്. ക്ലാസ് നയിക്കാനായി വേദിയിലെത്തിയ സ്വാമിജിയെ പൊന്നാടയും സ്നേഹോപഹാരവും നൽകി ആദരിക്കുകയുണ്ടായി. ആദരമേറ്റുവാങ്ങിയ സ്വാമിജി യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. യോഗ എല്ലാ കുട്ടികളും കഴിഞ്ഞ 2 കളിയിലൽപ്പം കാര്യത്തിലും കുട്ടികൾ വളരെ നല്ല അവബോധമുണ്ട് ഈ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ആ അവബോധം ഉണ്ടായി. ശരിക്കു പറഞ്ഞാൽ 200ഓളം രാജ്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് യോഗയുടെ പ്രചരണത്തിന് ചില അംബാസഡർമാരെ തിരഞ്ഞെടുത്തു. അവരെല്ലാം അവിടുത്തെ റെപ്യൂട്ടഡ് യോഗ ടീച്ചേഴ്സാണ്. അവിടെ രാജ്യത്ത് യോഗ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ട് അവസാനം നമ്മുടെ ആശ്രമത്തിലും അമ്മയുടെ ആശ്രമത്തിലും എത്തി. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, ലോകത്തുള്ള എല്ലാ യോഗ ആചാര്യന്മാരും അവരുടെ ഗുരു ഒരു ഭാരതീയനാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. ഒപ്പം വളരെ അനായാസമായി ചെയ്യുവാൻ കഴിയുന്ന ഏതാനും യോഗാസന മുറകൾ കൂടി സ്വാമിജി കുട്ടികളെ പരിശീലിപ്പിക്കുകയുണ്ടായി. ബെൻ ബാക്ക്, ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് വരിക, ഇടത് കാല് പുറകിലേക്ക്, ഇടത് പാദം പതിഞ്ഞിരിക്കട്ടെ, lift the left leg, now the right leg back, ചരിച്ചിട്ട ബെഞ്ച് പോലെ നിൽക്കട്ടെ. ഓക്കെ, now the 2 feet and two hands are touching the floor, now the 2 knees touch the floor. 6 ഭാഗം തറയിൽ തൊടുന്നു, chest and forehead. താടി മൂക്ക് തറയിൽ തൊട്ട് താടി തറയിൽ തൊട്ട് come up, ഭുജംഗാസനം. ശ്വാസം വിട്ടുകൊണ്ട് ചരിച്ചിട്ട പി പോലെ പൊക്കിലേക്ക് നോക്കുക. ഉപ്പൂറ്റി തറയിൽ തൊടാൻ ശ്രമിക്കുക, വേദന വരും, സാരമില്ല. പൊക്കിലേക്ക് നോക്കുക. നൗ ദി റൈറ്റ് ലെഗ്, റൈറ്റ് knee down, then the left leg forward. Look up, give a gentle pressure to the buttocks. Slowly lift your right leg and come forward. Inhale, come up, bend back. അടുത്തായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന മാജിക് ആൻഡ് വെൻട്രിലോക്വിസം സെഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നിരവധി വർഷങ്ങളായി ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്ന ശ്രീ ശരവണൻ പാലക്കാടാണ് ഈ സെഷന് നേതൃത്വം നൽകിയത്. അമൃത TV നൽകിയ ആദരവിന് ശേഷം അദ്ദേഹം സെഷനിലേക്ക് കടന്നു. കുട്ടികൾക്കൊപ്പം മുതിർന്നവരിലും ഏറെ കൗതുകം ജനിപ്പിക്കുന്നതും വിസ്മയകരവുമായ ചില മാജിക്കുകൾ അദ്ദേഹം കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ശേഷം ഒരേ സമയം കൗതുകവും ജിജ്ഞാസയും ഉണർത്തിയ വെൻട്രിലോക്വിസവും അദ്ദേഹം കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. പാവയുമായി കുട്ടികൾ നടത്തിയ സംവാദം ഈ സെഷനെ കൂടുതൽ രസകരമാക്കി. എന്നെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തേക്ക്. എന്റെ പേര് ഹേയ്, നാണം കെടുത്തരുത്. എടാ, നിന്റെ പേരാണ് കുരങ്ങൻ. ഹേയ്, നിന്റെ പേരാണ് കുരങ്ങൻ. ഓക്കെ, എന്റെ പേരാണ് കുരങ്ങൻ. നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു
അടിപൊളി സെഷനാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് കേട്ടോ. ഒരു ക്വിസ് ഗെയിം ഷോ ആണ്. ആൻഡ് ഈ ഗെയിം ഷോ നയിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ശ്രീമതി ഷാമിൻ മാനറ്റ് ജോയ് ആണ്. കേരളത്തിലെ ക്വിസ് മാസ്റ്റർമാരിൽ പ്രധാനിയായ ശ്രീമതി ഷാമിൻ മാനറ്റ് ജോയ് ആയിരുന്നു ക്വിസിംഗ് ഗെയിം ഷോ സെഷന് നേതൃത്വം നൽകിയത്. അമൃത TV നൽകിയ ആദരവ് സ്വീകരിച്ചുകൊണ്ട് ശ്രീമതി ഷാമിൻ മാനറ്റ് ജോയ് തന്റെ കർമ്മത്തിലേക്ക് കടന്നു. ദിസ് ഈസ് ഫ്രം മിത്തോളജി. ഈ ദേവത മിത്തോളജി പ്രകാരം നായാട്ടിന്റെ ദേവതയാണ്. ഓൾസോ ഗോഡ് ഓഫ് മൂൺ ആണ്. മൂൺ അപ്പോളോന്റെ സിസ്റ്റർ ആണിത്. എന്താണ് അപ്പോളോന്റെ സിസ്റ്ററിന്റെ പേര്? ക്വിസിംഗ് ഗെയിം ഷോയെക്കുറിച്ച് അറിയാത്തവർക്ക് അറിയുന്നതിനും അറിയുന്നവർക്ക് കൂടുതലായി അറിയുന്നതിനുമുള്ള അസുലഭ വേദി കൂടിയായി മാറി കളിയിലൽപ്പം കാര്യം സീസൺ 2 ക്യാമ്പ്. ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം പോലെ ആനന്ദത്തിനൊപ്പം അറിവും പകർന്നു നൽകുന്ന ഒന്നായിരുന്നു ക്വിസിംഗ് ഗെയിം ഷോയുടെ ഓരോ ഘട്ടങ്ങളും. അപ്പോൾ എക്സസൈസും ഡാൻസും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഭയങ്കര ഫൺ ആൻഡ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ? കുട്ടികൾക്ക് ഏറെ അറിവ് പകർന്നു നൽകിയ ക്വിസിംഗ് ഗെയിം ഷോയുടെ ലോകത്തു നിന്നും സൂംബ പരിശീലനത്തിലേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം സീസൺ 2 പിന്നീട് കടന്നു ചെന്നത്. പ്രമുഖ സൂംബ പരിശീലകരായ ശ്രീ സന്തോഷ് കൃഷ്ണയും ശ്രീമതി സിൻഷയുമായിരുന്നു ക്യാമ്പിലെ ഈ സെഷന് നേതൃത്വം നൽകിയത്. വേദിയിലെത്തിയ ഇരുവരും അമൃത TVയുടെ ആദരം ഏറ്റുവാങ്ങി. ഡാൻസ് ഫിറ്റ്നസ് രംഗത്ത് നിരവധി വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഇരുവരുടെയും ചുവടുകൾ കുട്ടികൾ അതിവേഗം ഹൃദിസ്ഥമാക്കി. ലാസ്റ്റ് സെഷൻ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷനാണ്. മെയിൻലി ബിക്കോസ് ഓഫ് ദ പേഴ്സൺ ഹു വിൽ ബി കണ്ടക്ടിങ് ദിസ് സെഷൻ. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമൃതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അലക്സാണ്ടർ ജേക്കബ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അമൃത TV നൽകിയ ആദരവിനെ തുടർന്ന് ജീവിത വിജയത്തിന് അനുപേക്ഷണീയമായ ഏതാനും ടിപ്സ് അദ്ദേഹം കുട്ടികൾക്ക് പകർന്നു നൽകി. തന്റെ ജീവിതാനുഭവം ഉദാഹരണമാക്കി എങ്ങനെ ജീവിത വിജയം കൈവരിക്കാമെന്ന് അദ്ദേഹം സദസ്സിനോട് വിശദീകരിച്ചു. നിങ്ങൾ ഈ ഹോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു എനിക്ക് ഇന്ന പരീക്ഷ പാസ്സാവണം തീരുമാനിച്ചുണ്ടല്ലോ, നിങ്ങൾ ശ്രമിച്ചാൽ നേടാനൊക്കാത്ത ഒരു പരീക്ഷയും ഭൂമിയിലില്ല. അപ്പോൾ നിങ്ങൾ ആ പരീക്ഷയുടെ ലിസ്റ്റ് അങ്ങോട്ട് എടുത്തിട്ട് വളരെ കൃത്യമായി ലക്ഷ്യമിടണം. നിങ്ങളൊരു 5 or 6 അംബിഷൻ ഇടുക. എന്നിട്ടത് നിങ്ങളുടെ അമ്മയോടും അപ്പനോടും പറയുക. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറിനോട് പോയി പറയണം. നിങ്ങൾ ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന 3 പേരാണ്, അമ്മയും അപ്പനും ടീച്ചറും. അവർ പരസ്പരം ആലോചിക്കും നിങ്ങൾ പറഞ്ഞ 6 എണ്ണത്തിൽ ഏതാണ് നല്ലതെന്ന്. അവർ പറയും, മോനെ മോളെ നീ പറഞ്ഞ ഈ 6 എണ്ണത്തിലെ 2 എണ്ണം ഞങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് തരാം, അത് 2 എണ്ണം ഏറ്റവും ബെസ്റ്റ്. ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന നിങ്ങൾ ശ്രമിച്ചാണ്ടല്ലോ നിങ്ങളവിടെ ചെന്നിരിക്കും. അപ്പം നിങ്ങൾ അംബിഷൻ സെറ്റ് ചെയ്യണം, ആരായിത്തീരണം. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾ കൂടി പങ്കെടുത്ത സെഷന് ശേഷം വേദി വിട്ട ശ്രീ അലക്സാണ്ടർ ജേക്കബ് IPS നിറഞ്ഞ മനസ്സോടെ ക്യാമ്പ് അംഗങ്ങൾ യാത്രയാക്കിയതോടെ കളിയിലൽപ്പം കാര്യം സീസൺ 2 തൃശൂർ സെൻട്രൽ ക്യാമ്പിന്റെ 1ാം ദിനത്തിന് തിരശീല വീണു. ക്യാമ്പിന്റെ ആദ്യ ദിവസത്തെ പോലെ തന്നെ ഇന്നും നമ്മൾ ഭദ്രദീപം കൊളുത്തിയിട്ടാണ് നമ്മുടെ ക്യാമ്പിന്റെ 2nd ഡേ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഭദ്രദീപം തെളിയിക്കാനായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു
Amrita TV Creative Head Shri Sindhu Mohan, Deputy Creative Head Shri Ajay K. Nair Sir, Promo and Spiritual Division Head Shri Dilip Sir, Amrita TV Marketing and Sales Vice President Shri Jay Krishnan എന്നിവരെ. Welcome you all to the stage. Season 2 powered by Dilip by Toothpaste in association with Laza Ice Cream, ICL FinCorp and Dhanalakshmi Bank. Second day first session എന്തായിരിക്കും? നമ്മുടെ കേരളത്തിന് ഭാരതത്തിന്റെ പാരമ്പര്യത്തില് ഊന്നി ഉറച്ചു നിൽക്കുന്ന ഒരു ആയോധനകൾ നമുക്കുണ്ട് കേട്ടോ. ഏതാണെന്നറിയോ? എന്താണ്? കളരിപ്പയറ്റ്. കറക്റ്റ്. തൃശൂരിൽ നിന്നുള്ള വേദ കളരി സംഘമായിരുന്നു കളരിയുടെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി തൃശൂർ ക്യാമ്പിലെത്തിയത്. വേദ കളരി സംഘത്തെ പ്രതിനിധീകരിച്ച് വേദിയിലെത്തിയ ഡോക്ടർ സുവ്രതൻ ഗുരുക്കൾ അമൃത TV നൽകിയ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം സെഷന് തുടക്കമിട്ടു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്ന കളരി സെഷനെ കുട്ടികൾ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. കളരിയിലെ വിവിധ അഭ്യാസമുറകൾ ക്യാമ്പിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ക്യാമ്പ് അംഗങ്ങൾ വിസ്മയപൂർവ്വം അത് ആസ്വദിച്ചു. നമ്മുടെ സെക്കൻഡ് സെഷൻ എങ്ങനെയാണ് നമ്മുടെ ശീലങ്ങളും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്നാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ വിശദീകരിക്കാനായിട്ട് നമ്മുടെ സെക്കൻഡ് സെഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് കളിയിൽ അല്പം കാര്യം സീസൺ 2 രണ്ടാമത്തെ സെഷനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഗുരുജിയാണ്, ബ്രഹ്മചാരി ശിവാനന്ദൻ. അമൃത TV നൽകിയ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ ഗുരുജിയുടെ നേതൃത്വത്തിൽ സുദീർഘമായ ഒരു സെഷനായിരുന്നു പിന്നീട് ക്യാമ്പിൽ അരങ്ങേറിയത്. നമ്മുടെ ധ്യാനം അഥവാ മെഡിറ്റേഷൻ അതിന്റെ ഒരു യൂസ് എന്താണ്? മൈൻഡ് റിഫ്ലക്സ് ആവാനും അതേപോലെ സൂപ്പർ മൈൻഡ് ഒരു റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കൈയടിക്കണേ. ആ സൈഡിൽ ഒരാൾക്ക് കൊടുക്കാം. നമ്മുടെ മനസ്സും ശരീരം അതുപോലെ തന്നെ ബോധവും ഏകാഗ്രതമാക്കാൻ വേണ്ടി. നമുക്ക് വേണ്ട ഉത്തരം കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിക്കും. താങ്ക് യു. ശാന്തമാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. അടുത്ത പാർട്ടാണ് ഏകാഗ്രമാക്കുക. അടുത്തതായിട്ട് നമ്മുടെ കളിയിൽ അല്പം കാര്യം സീസൺ 2 സമ്മർ ക്യാമ്പിൽ നടക്കാൻ പോകുന്നത് ഒരു മോട്ടിവേഷൻ സ്പീച്ച് എന്ന സെഷനാണ് കേട്ടോ. ഈ സെഷൻ നയിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ നിഷ റാഫേലാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന പോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിഷ ടീച്ചറാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള നിഷ റാഫേൽ അമൃത TV നൽകിയ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി അക്കാഡമിക് മികവും അഗാധമായ ജീവിതജ്ഞാനവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള തന്റെ സെഷന് തുടക്കമിട്ടു. വെറുതെ കുട്ടികൾ കാണാപ്പാഠം പഠിച്ചെഴുതുന്ന പരീക്ഷാ പേപ്പറിലുള്ള മാർക്ക് വെച്ചിട്ടല്ല നമ്മൾ കുട്ടികളെ അളക്കേണ്ടത്. അവർക്ക് എത്രയോ കഴിവുകളുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളുടെ ഉള്ളില് ഒരു പാട്ടുകാരനുണ്ട്, കലാകാരനുണ്ട്. നേരായ ചിന്താഗതി, ആത്മവിശ്വാസം, വ്യക്തിഗത വളർച്ച എന്നിവയിലൂടെ വ്യക്തികളെ ശാക്തീകരിക്കുവാൻ ഉതകുന്ന പ്രചോദനാത്മകമായ പ്രഭാഷണത്തിലൂടെ ഡോക്ടർ നിഷ റാഫേൽ ക്യാമ്പ് അംഗങ്ങളെ കയ്യിലെടുത്തു. അടുത്തതായിട്ട് അഭിനയത്തിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ആ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അഭിനയത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഏതാനും വിവരങ്ങളുമായി നമുക്കിന്നിവിടെ ഒരു വിശിഷ്ട അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. കളിയിൽ അല്പം കാര്യം സീസൺ 2 പവർഡ് ബൈ ദിലീപ് by Toothpaste in association with Laza Ice Cream, ICL FinCorp and Dhanalakshmi Bank സമ്മർ ക്യാമ്പിൽ ഇനി അഭിനയ കളരിയാണ്.
നടൻ എന്ന നിലയിലും അഭിനയ പഠന ക്ലാസുകൾ നയിക്കുന്ന വ്യക്തി എന്ന നിലയിലും വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ശ്രീ മുരളി മേനോൻ അഭിനയത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതിനൊപ്പം കുട്ടികൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിലും ശ്രദ്ധ വെച്ചു. കുട്ടികൾക്കാകമാനം, പ്രത്യേകിച്ച് അഭിനയകലയോട് താല്പര്യമുള്ള അംഗങ്ങൾക്ക് ഏറെ പ്രചോദനപരമായ ഒരു സെഷനായിരുന്നു അഭിനയക്കളരി. മുഖത്തും കയ്യിലും കാലിലും ഒക്കെയും എക്സ്പ്രഷൻ വരും. പക്ഷെ മെയിനായിട്ട് എക്സ്പ്രഷൻ വരുന്നത് എവിടെയാണ്? മനസ്സിലാണ്. അപ്പം അവിടെയാണ് ദ പിൻ പോയിന്റ് ഓഫ് ആക്ടിങ്. മനസ്സ് ഉള്ളുകൊണ്ട് നിങ്ങൾ ആ കഥാപാത്രമായിട്ട് മാറുക, ഉള്ളുകൊണ്ട് നിങ്ങൾ ആ എമോഷനിലേക്ക് പോവുക. അപ്പോഴാണ് നിങ്ങളൊരു നല്ല നടനോ ഒരു നല്ല നടിയോ ആവുന്നത്. നമ്മുടെ 2D സമ്മർ ക്യാമ്പിന്റെ ഓൾമോസ്റ്റ് അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആൻഡ് ദിസ് സെഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. യെസ്, വി ഹാവ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആർട്ടിസ്റ്റ് രചന ചേച്ചി ഓൺ സ്റ്റേജ്. നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മീറ്റ് എ സ്റ്റാർ എന്നുള്ള സെഷനാണ് കേട്ടോ. സെഷന്റെ ഭാഗമായി വേദിയിലെത്തിയ ചലച്ചിത്ര താരവും അവതാരകയും നർത്തകിയുമായ ശ്രീമതി രചന നാരായണൻകുട്ടിയെ ക്യാമ്പ് അംഗങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. വേദിയിലെത്തിയ രചന നാരായണൻകുട്ടി അമൃത TV നൽകിയ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി. അനന്തരം രചന നാരായണൻകുട്ടി കുട്ടികളുമായി നടത്തിയ സുദീർഘ സംവാദം ഏറെ ലളിതവും ഹൃദ്യവുമായിരുന്നു. നിങ്ങളെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ എൻ്റെ സ്വന്തം മക്കളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരുന്നു എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. ഇന്നും ഇത്രയും വർഷത്തിന് ശേഷവും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ മാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലുമൊക്കെ വരും. ചിലപ്പോൾ പുറം നാട്ടിൽ പോകുമ്പോഴായിരിക്കും, പ്രോഗ്രാമിന് പോകുമ്പോഴായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രോഗ്രാമിന് പോകുമ്പോഴായിരിക്കും, ചിലപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. അങ്ങനെ വന്ന് ഓരോ മക്കളും പറയുന്ന സമയത്തുണ്ടാവുന്ന സന്തോഷം അത് വളരെ വലുതാണ്. സംവാദാനന്തരം ക്യാമ്പ് അംഗങ്ങൾക്കൊപ്പം കൂടി ആട്ടവും പാട്ടവും നൃത്തവുമൊക്കെയായി അവരിൽ ഒരാളായി മാറി മലയാളത്തിന്റെ ഈ പ്രിയ കലാകാരി. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുഞ്ഞുകിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം. കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുട്ടികൾ ഏറെ ആസ്വദിച്ച മീറ്റ് എ സ്റ്റാർ സെഷന് ശേഷം വേദി വിടാനൊരുങ്ങിയ ശ്രീമതി രചന നാരായണൻകുട്ടിയെ ക്യാമ്പ് അംഗങ്ങൾ നിറഞ്ഞ കയ്യടികളാൽ യാത്രയാക്കിയതോടെ കളിയിൽ അല്പം കാര്യം തൃശൂർ ക്യാമ്പിന്റെ സമാപന ചടങ്ങുകൾക്ക് കളമൊരുങ്ങി. അങ്ങനെ ഈ ഒരു സെഷനോട് കൂടിയിട്ട് നമ്മുടെ കളിയിൽ അല്പം കാര്യം സീസൺ 2 സമ്മർ ക്യാമ്പ് അവസാനത്തിലേക്ക് എത്തുകയാണ്. സോ വി ആർ റീച്ചിങ് അവർ ലാസ്റ്റ് സെഷൻ. അവസാന സെഷൻ നയിക്കാനായിട്ട് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളെ തന്നെയാണ്. സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി. പൂജനീയ സ്വാമിജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സ്വാമിജിയെ പൊന്നാട ചാർത്തി ആദരിക്കുവാനായി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസ് ഡീൻ ആൻഡ് ഡയറക്ടർ ശ്രീ കൃഷ്ണകുമാർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി ഇരുവരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം തന്നെ സ്വാമിജിക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസ് അസിസ്റ്റന്റ് പ്രൊഫസർ സഞ്ജു സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസ് ഡീനും ഡയറക്ടറുമായ ശ്രീ കൃഷ്ണകുമാർ സാറിന് അമൃത TVയുടെ സ്നേഹോപഹാരം നൽകുന്ന ചടങ്ങാണ്. അതിനായി അമൃത TV ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് ശ്രീ അജയൻ K നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ. 4 ദശാബ്ദക്കാലമായി അമ്മയോടൊപ്പമുള്ള സ്വാമിജി ആശ്രമത്തിന്റെ മുഖപത്രമായ മാതൃവാണിയുടെ പ്രസാധകനാണ്. ഇടുക്കി ജില്ലയിലെ ആശ്രമ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്വാമിജി തന്റെ സ്വതസിദ്ധമായ പ്രഭാഷണ ശൈലിയിലൂടെ കുട്ടികളുമായി സംവദിച്ചു. വളരെ മൂല്യാധിഷ്ഠിതവും ആയുധത്തെക്കാൾ മൂർച്ചയേറിയതുമായിരുന്നു സ്വാമിജിയുടെ ഓരോ വാക്കുകളും. പ്രകൃതി എന്ന് പറയുന്ന അമ്മയുടെ സന്തതികളായിട്ടുള്ളത് മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും ഇഴജന്തുക്കളും നമ്മുടെ മുന്നിൽ കൂടി ഇഴയുന്ന ചെറിയ ഉറുമ്പ് പോലും ആരുടെ സന്തതികളാണ്? ഈ അമ്മയുടെ സന്തതികളാണല്ലേ. അങ്ങനെ പ്രകൃതിയെ നമ്മൾ നമ്മുടെ അമ്മയായിട്ട് കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും
നമ്മുടെ സഹോദരന്മാരും നമ്മുടെ ബന്ധുക്കളുമല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അധികപ്പറ്റൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? മറ്റുള്ള ഒന്നിനുള്ള ഇത് നമ്മൾ അപഹരിക്കുകയാണ്. സ്വാമിജിയുടെ സുദീർഘമായ പ്രഭാഷണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കളിയിൽ അല്പം കാര്യം സീസൺ 2 തൃശൂർ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങിന് തുടക്കമിട്ടു. അനന്തരം അമൃത ടെലിവിഷന്റെ നേതൃത്വത്തിൽ തൃശൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ ഓഡിറ്റോറിയത്തിൽ വച്ച് 2 ദിവസമായി സംഘടിപ്പിക്കപ്പെട്ട കളിയിൽ അല്പം കാര്യം സീസൺ 2 3-ാം സൗജന്യ സമ്മർ ക്യാമ്പിന് വിജയകരമായ പരിസമാപ്തിയായി.